അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹം, മറ്റു സൽക്കാരങ്ങൾ, വീട് നിർമ്മാണം തുടങ്ങി എല്ലാവിധ സൽക്കാരങ്ങളും മാറ്റിവെക്കുകയും അതിനൊന്നും കൊള്ളില്ലാത്ത അല്ലെങ്കിൽ വളരെ ബർക്കത്തില്ലാത്ത അല്ലെങ്കിൽ മോശമായ ദിനങ്ങളാണ് മുഹറമിലെ ആദ്യ 10 ദിനങ്ങൾ എന്ന് മനസ്സിലാക്കിയ ചില ആളുകളെങ്കിലും ഉണ്ട്. മുഹറം മാസം എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരു നല്ല കാര്യങ്ങൾക്കും നല്ലതല്ല എന്ന് അവർ മനസ്സിലാക്കുകയും മോശപ്പെട്ട ദിനങ്ങളായി അവകളെ വിലയിരുത്തുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇത് വലിയ അബദ്ധമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം 3 പത്തുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളാണെങ്കിൽ മറ്റൊന്ന് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. അതുപോലെ വലിയ പ്രാധാന്യമുള്ള 10 ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പൂർവികരാകുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ ഫംഗ്ഷനുകളോ മറ്റു സൽക്കാരങ്ങളോ ഒന്നും സംഘടിപ്പിക്കാത്തത്? അതിന്റെ പിന്നിൽ പ്രധാനമായി 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ദിവസങ്ങൾ വളരെ മഹത്തരമായതുകൊണ്ട്, നോമ്പെടുക്കൽ വളരെ ശ്രേഷ്ഠതയുള്ളതുകൊണ്ടും, അതുപോലെ കൂടുതൽ ഇബാദത്തിൽ മുഴുകേണ്ട സമയം ആയതുകൊണ്ടും, മറ്റുള്ള ശുഗലുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, നോമ്പെടുക്കുന്ന ആളുകൾക്ക് സൽക്കാരങ്ങളും മറ്റൊക്കെ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ടാണ് പൂർവികരാകുന്ന ആളുകൾ ഈ 10 ദിനങ്ങളെ ഫംഗ്ഷനുകളിൽ നിന്നെല്ലാം മാറ്റി നിർത്താനുള്ള ഒരു കാരണം. അതുപോലെ പൂർവികരാകുന്ന ആളുകളെ സംബന്ധിച്ച് ഈ 10 ദിവസങ്ങളിൽ സൽക്കാരങ്ങളോ മറ്റോ സംഘടിപ്പിക്കാത്തതിന്റെ മറ്റൊരു കാരണം, നമുക്കറിയാം, പരിശുദ്ധമായ മുഹറത്തിന്റെ 10ന്റെ അന്നാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുഃഖാചരണം എന്നൊന്നില്ല. എന്നാൽ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഷഹീദായ ആ ദിവസത്തിൽ മഹാനുഭാവനെ കൊലപ്പെടുത്തിയവരോടുള്ള ശക്തമായ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ സൽക്കാരങ്ങൾക്കോ മറ്റോ ഞങ്ങളില്ല എന്നൊരു പ്രതിഷേധമാണ് ആ ദിവസത്തിൽ പൂർവികരാകുന്ന ആളുകൾ ആ 10 കഴിയുന്നത് വരെ, മുഹറത്തിന്റെ 1 മുതൽ 10 കഴിയുന്നത് വരെ ഫംഗ്ഷനുകളും മറ്റും മാറ്റിവെക്കാനുള്ള ഒരു കാരണം. അതല്ലാതെ ഈ ദിവസങ്ങൾ ഒന്നിനും നല്ലതല്ല എന്ന് വിലയിരുത്തുന്നത് വളരെ അപകടകരമാണ്. നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ദിനരാത്രങ്ങളാണ് ഈ 10 ദിനരാത്രങ്ങളെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ഈ ദിനരാത്രങ്ങളിൽ അടിമകൾക്ക് വച്ചിട്ടുള്ളത്, അവകളെല്ലാം പരിപൂർണമായി നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.